Welcome back to Learnino. Junior Instructor Electronic Mechanic എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ വിവിധ ട്രേഡുകളിലേക്ക് ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് എല്ലാം അപ്ലൈ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു സീരീസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് PYQന്റെ പാർട്ട് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് അറിയാനും ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the reactance of a capacitor dash with increase in the frequency of the current flowing through it. കപ്പാസിറ്ററിന്റെ റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. എന്താ ചോദിച്ചിരിക്കുന്നത്? The reactance of a capacitor, ഓപ്ഷൻ നോക്കുക, increases, decreases, remains the same, none of the above. അപ്പോൾ എന്തോ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വിത്ത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിന് നമുക്ക് എന്താ അറിയണം? കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈസി ആയിട്ട് എഴുതാം. അപ്പൊ എന്താണ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ്? X is equal to 1/2πfc. അപ്പൊ ഇത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, ഫ്രീക്വൻസി കൂടുന്നു. അപ്പൊ ഫ്രീക്വൻസി ഇവിടെ ഏതാണ്? ഡിനോമിനേറ്ററിലാണ് ഫ്രീക്വൻസി കിടക്കുന്നത്. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ എക്സ് എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഡിക്രീസസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ ഈ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാം. So correct answer, decreases. The reactance of a capacitor decreases with increase in frequency of the current flowing rate. അടുത്ത ചോദ്യം, which of the following devices exhibit negative resistance? നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണ്? സെനർ ഡയോഡ്, വെറാക്ടർ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ടണൽ ഡയോഡ്. അപ്പൊ ഇതെല്ലാം ടൈപ്സ് ഓഫ് ഡയോഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ഡയോഡ്സിൽ എല്ലാത്തിനെയും തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മളുടെ ലെക്ചേഴ്സ്, നമ്മളുടെ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കുറെ കമ്പാരിസൺ ടേബിൾസ് കൊടുക്കാറുണ്ട്. കാരണം ഡിഫറെന്റ് ടൈപ്സിൽ വരുന്ന ഡയോഡ്സ് നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ അത് ഒരുമിച്ചൊരു ടേബിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പൊ ഇതിലെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഏതിന്റെ ക്യാരിയാണ്? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടണൽ ഡയോഡ്. ഇപ്പൊ ടണൽ ഡയോഡ് ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഇതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണിത്. സോ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ടണൽ ഡയോഡ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഈസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്? ഒരു ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൽ ഏത് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ് ഉണ്ടാവുന്നത്? ഇതൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ, ബോത്ത് അവലാഞ്ചി ആൻഡ് സെനർ, നെയ്തർ അവലാഞ്ചി നോട്ട് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പൊ എന്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. എന്നാലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൽ നടക്കുന്ന മെക്കാനിസം, ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സെനർ ബ്രേക്ക് ഡൗൺ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് ഫോർ എ JFET? JFETന് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കണം, എന്നിട്ട് ചോദ്യം വായിച്ച് പിന്നീട് അതിൽ നിന്ന് ആൻസർ എഴുതുന്ന ടൈപ്പാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പോലും തെറ്റാനും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് പിന്നീട് ഓപ്ഷൻ ഒക്കെ എടുത്ത് എഴുതുമ്പോൾ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നോക്കി, ഇറ്റ് ഇസ് എ ബൈപോളാർ ഡിവൈസ്, ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ഇറ്റ് ഇസ് എ കറന്റ് കൺട്രോൾ ഡിവൈസ്, സ്മോൾ ഇൻ സൈസ് കമ്പയർഡ് ടു BJT. അപ്പൊ JFET-നെ കുറിച്ച് കൃത്യമായ പോയിന്റ്സ് നമുക്ക് അറിയണം. JFET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണോ ബൈപോളാർ ഡിവൈസ് ആണോ? ഇറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ് അല്ലെ? JFET യൂണിപോളാർ ഡിവൈസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് JFET-ന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ബൈപോളാർ ഡിവൈസ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ 1 ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോട്ട് കറക്റ്റ് ആണ് വേണ്ടത്. It has high input impedance. JFET-ന്റെ high input impedance ആണ്, അത് കറക്റ്റ് ആണ്. അടുത്ത, it is a current control device. JFET is a voltage control device. BJT ആണ് current control device. JFET എന്ന് പറയുന്നത് voltage control device ആണ്. And small in size compared to BJT, അതും കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ഈ bipolar device, it is a bipolar device എന്നുള്ളതും അതേപോലെ തന്നെ it is a current control device എന്നുള്ളതുമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ അതിലെ ഓപ്ഷനിൽ നിന്ന് എടുക്കണം. 1 ഉം 3 ഉം ആണ് വരുന്നത്. സോ 1 and 3 ഓപ്ഷൻ വരുന്നത് it is D.
ഓക്കെ, സോ ഇറ്റ് ഇസ് ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ ആരോ പോയിന്റർ ഓൺ എ ട്രാൻസിസ്റ്റർ സിംബൽ ഇൻഡിക്കേറ്റ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ പോർഷൻ ആണെങ്കിലും അത് കൃത്യമായി പഠിക്കുക, ബേസ് തറോ ആക്കി പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പൊ ട്രേഡ്സ്മാൻ എക്സാം ആണെങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ ബേസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ലെക്ചേഴ്സ് എടുക്കുന്നത്. കാരണം അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എപ്പോഴോ വരയ്ക്കാൻ പഠിക്കുന്ന, +2 മുതൽ നമ്മൾ ട്രാൻസിസ്റ്റർ വരയ്ക്കാൻ പഠിക്കുന്ന, ഇതിലെ ഈ ആരോ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് മൈനോറിറ്റി കാരിയർ കറന്റ്, ഡയറക്ഷൻ ഓഫ് മെജോറിറ്റി കാരിയർ കറന്റ്, ഡയറക്ഷൻ ഓഫ് ഹോൾ കറന്റ്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ കറന്റ്. ശ്രദ്ധിക്കാം, ഇത് കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അത് ഏത് കറണ്ടിനെയാണ്? മൈനോറിറ്റി കറന്റ് ആണോ, മെജോറിറ്റി കറന്റ് ആണോ, ഹോൾ കറന്റ് ആണോ, ഇലക്ട്രോൺ കറന്റ് ആണോ? അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. സോ ഹോൾ കറണ്ടിനെയാണ് ആക്ച്വലി ഈ ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺ കറന്റ് ആണോ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് ഹോൾ കറന്റ്. ഹോൾ കറണ്ടിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next one, which of the following is an adjustable voltage regulator? ഇതിലെ adjustable voltage regulator ഏതാണ്? Voltage regulator IC ഏതാണ്? അപ്പൊ അത് നമ്പർ നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. LM317 എന്നുള്ളതാണ് adjustable voltage regulator IC. ഓപ്ഷൻ ബി is the correct answer. Next one, which of the following defines base transportation factor of NPN transistor? NPN transistor ഉണ്ട് base transportation factor. അപ്പോ ഈ ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൈവിംഗ് അറ്റ് കളക്ടർ. കളക്ടറിൽ അറൈവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുക? ഇതിൽ നോക്കൂ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൈവിംഗ് അറ്റ് ദ കളക്ടർ ടു ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടറിന്റെ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യം, which transistor configuration has very high input resistance and very low output resistance? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻസ്? CE, CB, CC മൂന്ന് കോൺഫിഗറേഷന്റെയും ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ക്യാര വെച്ചിട്ട് തന്നെ പഠിക്കാം. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്നത് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും വരുന്ന കോൺഫിഗറേഷൻ ഏതാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, CC ആണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അടുത്ത ചോദ്യം, മറ്റേ PN ജംഗ്ഷൻ ഇലക്ട്രോൺ ഡിഫ്യൂസ് ഫ്രം N റീജിയൻ ടു P റീജിയൻ ബിക്കോസ് ഓഫ്, അതായത് ഒരു PN ജംഗ്ഷനിലെ ഇലക്ട്രോൺസ് N റീജിയനിൽ നിന്നും P റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിഫറൻസ് ഇൻ കാരിയർ കോൺസെൻട്രേഷൻ, അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ ദ P റീജിയൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദ ജംഗ്ഷൻ, നൺ ഓഫ് ദ അബവ്. എന്തുകൊണ്ടാണ്? കാരിയർ കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് കൊണ്ടാണ് അല്ലെ. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ ആ ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. അതാണ് ആ ഒരു ഡിഫ്യൂഷന് കാരണമാണ്. സോ ഡിഫറൻസ് ഇൻ ദ കാരിയർ കോൺസെൻട്രേഷൻ തന്നെയാണ് അതിന്റെ റീസൺ വരുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PN ജംഗ്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ, PN ജംഗ്ഷൻ ഡയോഡ് ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് PN ജംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് പഠിക്കാതെ എന്തുകൊണ്ട് ഡിഫ്യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവിടെ ബാരിയർ ഫോം ചെയ്യുന്നു, അതിനുശേഷം ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോഴ്സ് ലെക്ചേഴ്സിലൊക്കെ കറക്റ്റ് അത് ഫിഗർ ഒക്കെ വരച്ചിട്ട് നമ്മൾ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ബേസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഉണ്ട് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ്. അത് നമ്മളൊന്ന് ജനറൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, which of the following oscillator circuit is suitable to generate audio frequency signal? audio frequency signal generate ചെയ്യാൻ ഏത് യൂസ് ചെയ്യുന്നു? ഹാർട്ട്ലി ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, കോൾപിറ്റ്സ്, വീൻ ബ്രിഡ്ജ്. അപ്പൊ അതിൽ അറിഞ്ഞിരിക്കുക ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ് നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി, അതായത് AF റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ട്ലിയും കോൾപിറ്റ്സ് ഓസിലേറ്ററും ആണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വേണ്ടതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓഡിയോ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് വീൻ ബ്രിഡ്ജ് ആണുള്ളത്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which of the following circuit can be used as a memory element? മെമ്മറി എലമെന്റ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ച് ഒക്കെ പറഞ്ഞില്ലേ, ഡിജിറ്റൽ സർക്യൂട്ടിലെ മെമ്മറി എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഏതായിരിക്കും? ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following is not the characteristics of an ideal op-amp? ഒരു ഐഡിയൽ op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാ? അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡിയൽ op-ampന്റെ
characteristics എന്തൊക്കെയാണ്? infinite open loop gain, infinite input impedance, zero output impedance, infinite voltage swing, infinite bandwidth, infinite slew rate, infinite common mode rejection, zero input offset voltage. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഐഡിയൽ ഓപ്പ് ആമ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും കാണാറുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് which is not characteristics ആണ്. അപ്പൊ infinite input resistance, infinite output resistance, infinite voltage gain, infinite bandwidth. അപ്പൊ ബാൻഡ്വിഡ്ത്തും അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ, അതേപോലെ input resistance അതൊക്കെ കറക്റ്റ് ആണ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് നമ്മൾ 0 ആയിരിക്കും. സോ ഓപ്ഷൻ ബി is the correct answer. Next one, the specific gravity of electrolyte in a lead acid battery can be measured using എന്ത് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോമീറ്റർ. നെക്സ്റ്റ് വൺ, കൺവെൻഷനലി ദ എനർജി സ്റ്റോർഡ് ഇൻ എ ബാറ്ററി ഈസ് മെഷർഡ്. ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എപ്പോഴും ആംപിയർ അവർ AH-ലാണ് മെഷർ ചെയ്യുന്നത്. സോ AH ആംപിയർ അവർ ആണ്. ഓപ്ഷൻ ബി is the correct answer. അടുത്തതിന്റെ full wave rectifier, if the input signal frequency is 50 Hz, find the output signal frequency. Rectifier full wave rectifier input signal frequency 50 Hz ആണെങ്കിൽ output signal frequency എന്തായിരിക്കും? full wave rectifier എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, രണ്ട് ഹാഫ് സൈക്കിളും വരും അല്ലേ? അപ്പോ എങ്ങനെയായിരിക്കും frequency 50 Hz ആണ് input signal frequency എന്ന് വെച്ചാൽ output frequency അതിന്റെ ഡബിൾ, output signal frequency അതിന്റെ ഡബിൾ ആയിരിക്കും. that is 2 into 50, that is 100 Hz. option C. Next one, based on the input cycles utilized, rectifier can be classified as. അതായത് input cycles utilize ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? full wave rectifier, half wave rectifier, positive rectifier, both A and B. അപ്പൊ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്? full wave rectifier എന്നും half wave rectifier എന്നുമാണ്. അപ്പോ എയും ബിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി is the correct answer. Next question, the regulated DC power supply consists of rectifier, filter, voltage regulator, all of the above. ഒരു regulated DC power supply യുടെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ വരച്ചു പഠിക്കാറുണ്ട് അല്ലെ? അതിൽ റെക്ടിഫയർ ഉണ്ടാവും, ഫിൽറ്റർ ഉണ്ടാവും, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാവും, മൂന്നും ഉണ്ടാവും. സോ ഓൾ ഓഫ് ദ അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്രിട്ടിക്കൽ ലോഡ് ഡ്യൂറിംഗ് ടെമ്പററി പവർ ഫെയിലിയർ ഒക്കർ. ടെമ്പററി ആയിട്ട് പവർ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് UPS, SMPS, MPS, RC, CP. It is UPS, uninterrupted power supply. So option A is the correct answer. Next one, power factor of a parallel resonance circuit. Parallel resonance circuit in a power factor is always unity. Option C is the correct answer. What is used to neutralize a spilled electrolyte from a lead acid battery? Neutralize ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? Boric acid, water, sulfuric acid, baking soda. It is baking soda. Next one, what is the true condition for maximum power transfer from source to load as per maximum power transfer theorem? Maximum power transfer theorem പ്രകാരം maximum power transform source നിന്ന് ലോഡിലേക്ക് വരാനുള്ള അതിൽ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? source resistance is equal to load resistance, source resistance is negligible, load resistance is negligible, load resistance is infinity. So source resistance is equal to load resistance ഉള്ളതാണ് maximum power transfer ന്റെ condition. Option A. Next one, which of the following instrument measures RMS value of unknown current? Unknown current is RMS value measure. PMMC. Next, electrodynamic, moving iron, both B and C. For main item moving iron instrument ആണ് യൂസ് ചെയ്യുന്നത്, electrodynamic യൂസ് ചെയ്യും. So ഇവിടെ നമുക്ക് both B and C എന്ന് കൊടുക്കാം. Next one, the energy meter installed near the main switch in residences and other location. ഏത് ടൈപ്പ് ആണെന്നാണ്, ഏത് ടൈപ്പ് എനർജി മീറ്റർ ആണ് യൂസ് ചെയ്യണമെന്നാണ്? Indicating and deflecting type, absolute instrument, recording type instrument, integrating type instrument. Integrating type instrument ആണ്. Next one, the extension range of an ammeter and voltmeter can be represented by. ഇത് important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും എക്സ്റ്റൻഷൻ റേഞ്ച് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? അപ്പൊ നമുക്കൊരു അമ്മീറ്ററിന്റെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയാം. വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മൂവിംഗ് കോയിൽ അമ്മീറ്റർ, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ. നമ്മൾ ഷണ്ട് യൂസ് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ അമ്മീറ്ററിന്റെയും അതേപോലെ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത് വോൾട്ട് മീറ്ററിന്റെ ആണ്. അപ്പൊ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഓർഡർ നോക്കണം കേട്ടോ. Using a multiplier and shunt and multiplier, using series capacitor and series inductor, using series inductor and series capacitor. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? shunt for moving coil ammeter, ammeter shunt, അതേപോലെ തന്നെ multiplier for voltmeter ആണ് പറഞ്ഞിരിക്കുന്നത്.
സോ ഷൺ ആൻഡ് മൾട്ടിപ്ലയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. അത് നേരെ തിരിച്ച് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് കൂടി മാറി പോകരുത്. അമ്മീറ്ററിന് ഷണ്ടും വോൾട്ട് മീറ്ററിന് നമ്മൾ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. സോ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കറക്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.